ചൈനയുടെ ഭീഷണിയിൽ വിറച്ചു നിൽക്കുന്ന തായ്വാന് ഒരു രക്ഷകനെത്തിയിരിക്കുകയാണ്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. തായ്വാനെ തൊടാൻ ചൈന ഒന്ന് ഭയക്കുന്ന രീതിയിലുള്ള വമ്പൻ ആയുധങ്ങളാണ് അമേരിക്ക അങ്ങോട്ടയക്കുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ആയുധ ഇടപാട് ചൈനയെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പാക്കേജിലുള്ളത്? ചൈനയുടെ പ്രതികരണം എന്താണ്? നമുക്ക് നോക്കാം. ഏകദേശം $1110 കോടി, അതായത് നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ 1,00,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളാണ് അമേരിക്ക തായ്വാന് നൽകുന്നത്. ഇതിൽ വെറും തോക്കുകളല്ല ഉള്ളത്. ഹിമാർസ്, യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ വെള്ളം കുടിപ്പിച്ച അതേ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം, ജാവലിൻ മിസൈലുകൾ, ശത്രുക്കളുടെ ടാങ്കുകളെ തകർത്തെറിയുന്ന ടാങ്ക് വേട്ടക്കാർ, ഹൗവിറ്റ്സർ പീരങ്കികൾ, ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ. ഇതുകൂടാതെ ആത്മഹത്യാ ഡ്രോണുകളും ഇതിലുണ്ടെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. പെട്ടെന്നൊരു ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാനും സ്വയം രക്ഷിക്കാനും തായ്വാനെ പ്രാപ്തരാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയുടെ ഈ നീക്കം കണ്ടപാതി ചൈന ചാടി എഴുന്നേറ്റു. ബെയ്ജിങ്ങിൽ നിന്ന് കടുത്ത മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. തായ്വാനെ ഉപയോഗിച്ച് ചൈനയെ നിയന്ത്രിക്കാമെന്ന് ആരും കരുതണ്ട. തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണച്ച് ആയുധം നൽകിയാൽ അത് തിരിച്ചടിക്കും എന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുയോ ജിയാകുൻ പറഞ്ഞത്. നമുക്കറിയാം, 2022 നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ പുകില്. അന്ന് അമേരിക്കൻ കപ്പലുകൾ മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ജപ്പാൻ യുദ്ധക്കപ്പലുകൾ വരെ തായ്വാൻ കടലിടുക്കിലെത്തിയിരുന്നു. കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഏഷ്യയിലെ സമാധാനം നശിപ്പിക്കാനാണ് ചൈന നോക്കുന്നതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തുറന്നടിച്ചു കഴിഞ്ഞു. ചൈനയുടെ ഭീഷണി വെറും വാക്കല്ലെന്നും ഏതു നിമിഷവും അവർ തായ്വാനെ പിടിച്ചടക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ തായ്വാനും ജപ്പാനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളോട് സുരക്ഷാ ചിലവ് കൂട്ടാനും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ, ട്രംപ് ഭരണകൂടം തായ്വാന് നൽകുന്ന ഈ ബൂസ്റ്റർ ഡോസ് ഏഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. ചൈന ഇതിന് എന്ത് മറുപടി നൽകും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.